Hello guys, welcome back to my channel. ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ലാസ്റ്റ് ആണെങ്കിൽ ഒരു പാർട്ട് 1 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലോട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യുന്നത് ആസ് എ നേഴ്സ്, ദെൻ നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഞാനിപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ കമൻസും ഡൗട്ടും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായി. അതിന് ഞാൻ എന്നാൽ കഴിയുന്നത് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 പോവാം. ഇത് കുറച്ച് ഡിലേ ആയിപ്പോയി വീഡിയോ എടുക്കാൻ. കാര്യം ഇവിടെ എന്താ പറയുന്നത്, ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു, ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഞാനിപ്പോൾ വീടിൻ്റെ പുറത്തിരുന്നിട്ടാണ് എപ്പോഴും എടുക്കുക. നമുക്ക് വീടിനുള്ളിൽ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഒരു ഒറ്റ മുറിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞുള്ളത് കൊണ്ട് വീടിനുള്ളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചിട്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു 2-3 വീഡിയോസ് എടുക്കാറ്. പുറത്ത് ഭയങ്കര കാറ്റാണ്, ഭയങ്കര ഇരപ്പും സൗണ്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഡിലേ ആയത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ അക്കോമഡേഷൻ ബേസ് ചെയ്താണ്, നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലോട്ട് വരുമ്പോൾ അക്കോമഡേഷൻ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ 2-3 വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കൂടെ തന്നെ നമ്മുടെ ഇറ്റ്സ് ഓൾ അബൌട്ട് എന്ന് പറയുന്ന കൂട്ട് നമ്മൾ എല്ലാം ഇതിനകത്ത് അപ്ലൈ ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്നത് IGMH ഹോസ്പിറ്റലിലോട്ട് വരുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു 2 മന്തിലോട്ട് അവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അത് മേ ബി ഒരു റൂമിൽ 3 പേരുള്ളതായിരിക്കാം, ഇങ്ങനെ കമ്പൈൻ പോലെ ആയിരിക്കാം. അതാണ് ബെറ്റർ. സിംഗിളായിട്ട് എടുക്കുമ്പോൾ ഒരുപാട് പൈസയാവും. അപ്പോൾ അങ്ങനെ IGMH അങ്ങനെ കിട്ടും. ആഫ്റ്റർ 2 അല്ലെങ്കിൽ മേ ബി ഇൻ കേസ് കാൻഡിഡേറ്റ്സ് ഒക്കെ ഒരുപാട് വരുമ്പോഴാണ് നമ്മൾ 1 മന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാറി നമ്മൾ തന്നെ റൂം അന്വേഷിക്കണം കേട്ടോ. അത് നമുക്ക് വേറെ ആരും ചെയ്തു തരില്ല. ഇനീഷ്യലി വരുന്ന കുറച്ച് ഡേയ്സിലേക്ക് മാത്രമാണ് IGMH അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ വരുമ്പം എന്താ പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ നമ്മുടെ ഐലൻഡുകളിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി അക്കോമഡേഷൻ ഇവിടെ പ്രൊവൈഡഡ് ആണ്. നമുക്ക് എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇവിടെ നമുക്കൊരു മുറി, അതുപോലെ ഒരു ബാത്റൂം, ഒരു കിച്ചൺ അങ്ങനെയായിരിക്കും വരുന്നത്. ചിലപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഈ വക കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, വീടിൻ്റെ ഉടമസ്ഥനായിട്ട് ഷെയർ ചെയ്തായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അപ്പം ഇലക്ട്രിസിറ്റി ബില്ലും അങ്ങനെ ഷെയർ ചെയ്തായിരിക്കും, ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണ് ചിലതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, റൂമും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെയാണ് അക്കോമഡേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അലവൻസാണ്. നമുക്ക് എന്തൊക്കെ അലവൻസാണ് മാൽദീവ്സിൽ ആസ് എ നേഴ്സ് ഗവൺമെൻറ് സെക്ടറിലോട്ട് ജോബ് ആയിട്ട് വരുമ്പം നമുക്ക് എന്തൊക്കെ അലവൻസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഡിപ്പെൻഡൻറ്റ് വിസയാണ്. ഡിപ്പെൻഡൻറ്റ് വിസയിൽ നമുക്ക് ഹസ്ബൻഡിനെ, കുട്ടികളെ, അച്ഛൻ, അമ്മ ആര് വേണേലും കൊണ്ടുവരാം. നമ്മൾ എന്നാണോ നമ്മൾ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ ടൈമിൽ തന്നെ നമുക്ക് ഫാമിലിയെ കൂടെ കൊണ്ടുവരാം. ഓക്കെ, അതാണ് ഫസ്റ്റ് അലവൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസ. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ഇപ്പോൾ നമ്മുടെ കുട്ടി തന്നെ ആവട്ടെ, നമ്മുടെ കുട്ടിക്ക് തന്നെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ ഇപ്പം എന്താ ഒരു 4ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ ഒക്കെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കൂടിയും, ഒരു വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഒരു 7-8 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഇംഗ്ലീഷ് മീഡിയമാണ് സ്കൂള്, പ്ലസ് മാൽദീവൻ ലാംഗ്വേജായ ദിവഹിയും ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. ഓക്കെ, പക്ഷേ ഈ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി പല വീഡിയോസിൽ, നമുക്ക് ഐലൻഡുകളിൽ 10th വരെ ആയിരിക്കും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആഫ്റ്റർ 10th നമുക്കെല്ലാം മാലേ സിറ്റിയിലാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന അലവൻസ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ്. അതായത് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റാണ്. നമ്മൾ വൺസ് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും കിട്ടുന്ന ടിക്കറ്റ് നമുക്കിവിടുന്ന് റീഫണ്ടായിട്ട് പിന്നീട് കിട്ടും. ഇപ്പം ചില ഏജൻസിന്നൊക്കെ പറയുമായിരിക്കും, നിങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങളിങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് സാലറിയിൽ അത് കിട്ടുമെന്ന്. ഒരിക്കലും അങ്ങനെ കിട്ടത്തൊന്നുമില്ല. നെക്സ്റ്റ് സാലറി അത് മേ ബി ബഡ്ജറ്റ്, ഇവർക്ക് ചില മാസങ്ങൾ ഇവരുടെ ബഡ്ജറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ബഡ്ജറ്റ് ഏത് മന്തിലാണ് അതിനോടനുബന്ധിച്ച്, ഇപ്പം ഓഗസ്റ്റിലാണ് ഇവർ ബഡ്ജറ്റ് റെഡിയാക്കുന്നതെങ്കിൽ ഒരു ജൂലൈയിൽ വരുന്ന ആളാണെങ്കിൽ മേ ബി അയാൾക്ക് ചിലപ്പോൾ ഓഗസ്റ്റിലെ സാലറിയിൽ കിട്ടുമായിരിക്കും. അങ്ങനെയാണ് ഏജൻസി എന്ന് പറയുക. പക്ഷെ നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിലപ്പം കിട്ടുന്ന ആ ഉടനെ തന്നെ ആ സാലറിയിൽ നിന്ന് കിട്ടണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും കിട്ടും.
മേ ബി അത് 6 മന്ത് എടുക്കുമായിരിക്കും, മേ ബി ചിലപ്പോൾ ഒരു 8 മന്ത് എടുക്കുമായിരിക്കും. പക്ഷെ എന്നാലും കിട്ടും. പക്ഷേ ഫുൾ എമൗണ്ട് കിട്ടത്തില്ല. നമുക്കിവർ മിനിസ്ട്രിയിൽ നിന്ന് തരുമ്പോൾ നമുക്ക് ഡോളറിലായിരിക്കും തരുന്നത്. അതിവിടെ വന്നിട്ട് നമ്മൾ MBRലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ നാട്ടിൽ എത്രയാണോ റേഞ്ച് അതിൻ്റെ ഒരു മുക്കാൽ, ഇപ്പോൾ ഒരു 10,000 രൂപയാണ് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റെങ്കിൽ ഏകദേശം ഒരു 8,000 രൂപയോളമാണ് കിട്ടുക. അങ്ങനെയാണെങ്കിലും നമുക്ക് ടിക്കറ്റിൻ്റെ റീഫണ്ടൊക്കെ കിട്ടുന്നത്. അതുപോലെ നമുക്ക് റീഫണ്ട് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട്. നമ്മൾ വരുന്ന ടൈമിൽ നമ്മൾ മാലയിൽ വന്നിട്ട് ഇനീഷ്യലി വരുമ്പോഴാണ് നമ്മൾ യൂണിഫോം എടുക്കുന്നുണ്ട്, യൂണിഫോം നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് പൈസ തരണം. അപ്പോൾ യൂണിഫോമിൻ്റെ ചാർജ്, ഇതുപോലെ റെൻറ്റ്, ഫുഡിൻ്റെ എല്ലാ ഐലൻഡിലും കിട്ടണമെന്നില്ല. റെൻറ്റ്, ഫുഡ്, ഇങ്ങനത്തെ കുറച്ച് യൂണിഫോം, ഫ്ലൈറ്റ് ടിക്കറ്റ്, ബോട്ടിൻ്റെ ചാർജ്, ഇതെല്ലാം നമുക്ക് റീഫണ്ടബിൾ ആണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് പിന്നീട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു അലവൻസ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് ഇൻഷുറൻസ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴത്തോട്ട് നോക്കുന്ന എൻ്റെ ഡയറി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് മൂവ് ഓൺ ചെയ്യുന്നത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റിലോട്ട് മൂവ് ഓൺ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഷുറൻസ് ആണ് കേട്ടോ. നമ്മൾ കോമൺലി മാലീവ്സിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ അലൈഡ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ ചില ഹോസ്പിറ്റലിലൊക്കെ, കേരളത്തിൽ ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അലൈഡ് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻഷുറൻസിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് MVR കണക്കിനെയാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് 2,000 MVR നമുക്ക് ഔട്ട് പേഷ്യൻ്റായിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാഷ്വാലിറ്റിയിലൊക്കെ പോകുന്ന ഒരു കണക്കെ, അങ്ങനെ നമുക്ക് 2,000 MVR ആണ് കിട്ടുന്നത് കേട്ടോ. 2,000 MVR നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10,000 രൂപയോളം വരും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഔട്ട് പേഷ്യൻ്റ് കണക്ക് കിട്ടുന്നത്. ഇനി സെയിം ടൈം ഇൻപേഷ്യൻ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ, അതായത് മാലദ്വീപ്സിലെ 1 lakh ആണ് കിട്ടുന്നത്. 1 lakh MVR ആണ് ഇൻപേഷ്യൻ്റായിട്ട്, അത് അഡ്മിറ്റ് ആവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അത് ഏകദേശം നാട്ടിലെ 5 ലക്ഷം രൂപയോളം, അങ്ങനെയാണ് നമുക്ക് ഇൻഷുറൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് MOHൽ, അതായത് നമ്മൾ ഐലൻഡുകളിൽ ജോലിക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഐലൻഡിലെ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറയണത്. അതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. കുറച്ച് പേർക്കൊക്കെ ആയിരിക്കും അറിയത്തുള്ളൂ. നമ്മൾ അവിടുന്ന് ജോലിക്ക് ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ചില സ്ഥലത്ത് ഇപ്പം എന്താ പറയുക, ചില സ്ഥലത്ത് ഇപ്പം നമുക്ക് സ്റ്റാഫ് ചിലയിടത്ത് നമുക്കാണെങ്കിൽ ഷോർട്ടേജ് വരും. ഓക്കെ, ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഇപ്പുറത്തെ ഒരു ഐലൻഡിൽ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് റിലീവിങ് ഡ്യൂട്ടിക്ക് പോകണം. ഓക്കെ, റിലീവിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ പോയ ആൾക്ക് പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ട് ചെല്ലുക. ചിലപ്പോൾ അത് മേ ബി ഒരു 15 days ആയിരിക്കും, ചിലപ്പോൾ 1 month ആയിരിക്കും, ചിലപ്പോൾ 2 month വരെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റിലീവിങ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതും നമുക്ക് ഇതെല്ലാം വാരിപ്പറക്കി കിട്ടിയെടുത്തുകൊണ്ട് പോകണ്ടേ. ഇവൻ നമ്മുടെ A to Z കാര്യങ്ങൾ നമ്മൾ ഇനിഷ്യലി കൊണ്ടുപോകണം, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കാം. പക്ഷേ പാത്രങ്ങൾ, സാധനങ്ങളെല്ലാം വാരിക്കെട്ട് നമ്മൾ ഫസ്റ്റ് ടൈം എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ വേണം ആ ഒരു ഐലൻഡിലോട്ടും പോകാൻ. അപ്പോൾ എല്ലാവരും കരുതും എന്ത് പാടാണ് ഇങ്ങനെ കുഞ്ഞു കെട്ടി പറക്കി പോകാനെന്നല്ലേ. പക്ഷേ അതൊരു എൻ്റർടൈൻമെൻറ്റാണ്. എന്താ പറയുക, നമ്മൾ നമ്മുടെ ഐലൻഡിൽ തന്നെ നിന്ന് കണ്ടു കേട്ട് ബോറടിച്ചിരുന്ന് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു ഐലൻഡിലോട്ട് പോകുമ്പോൾ നമുക്കതൊരു ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ റിലീവിങ് ഡ്യൂട്ടിക്ക് പോകണം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ. അതും വലിയൊരു, എന്നെ സംബന്ധിച്ച് പേഴ്സണലിയാണ്, ബാക്കിയുള്ളവരുടെ കാര്യമല്ല, പേഴ്സണലി അതൊരു വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐലൻഡുകളിൽ നമുക്ക് കംഫർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഐലൻഡാണെന്ന് കരുതിക്കും. അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു അറ്റോളിലോട്ട് അല്ലെങ്കിൽ ഒരു ഐലൻഡിലോട്ട്, നമ്മൾ അറ്റോൾ ടു അറ്റോൾ ചേഞ്ച് ചെയ്യില്ല, ഐലൻഡ് ടു ഐലൻഡ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ എൻ്റെ അറ്റോൾ അറ്റോളാണ്. ആ അറ്റോളിൻ്റെ കീഴിൽ ഒരു 10-12 ഐലൻഡുണ്ട്. അപ്പം ആ ഐലൻഡുകൾ മാത്രമേ ചേഞ്ച് വരുള്ളൂ. ഇപ്പോൾ എന്നെ ഈ ഐലൻഡിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഈ ഐലൻഡിൽ നിന്ന് എൻ്റെ ഇപ്പുറത്തുള്ള ഐലൻഡിലോട്ട്, അങ്ങനെ. അതായത് അല്ലാതെ എൻ്റെ ഈ അറ്റോൾ കഴിഞ്ഞ് വേറൊരു അറ്റോളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മേ ബി അതിങ്ങനെ എപ്പോഴും വരുന്ന കാര്യമൊന്നുമല്ല, ആണ്ടിൽ സംക്രാന്തിക്കുമൊക്കെ വന്നു, അങ്ങനെ ഒരു പരിപാടിയും കൂടി ഉണ്ട് ഇവിടെ. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ലോക്കൽസ് ഉണ്ടല്ലോ, അതായത് ഈ മാലദ്വീപ്സിലുള്ള ആൾക്കാർ, അവർ ഇൻ കേസ് നഴ്സിംഗ് ഒക്കെ പഠിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഐലൻഡ് ഏതാണോ ആ ഐലൻഡിൽ നമ്മളെ ഇന്ത്യക്കാർ വന്നിട്ടുണ്ടല്ലോ, ഇന്ത്യയോ ഏതെങ്കിലും ആയിക്കോട്ടെ, ആ ആൾക്കാർ വന്നിട്ടുള്ളവർ
ഇവിടെ നിന്ന് മാറേണ്ടി വരും. ലോക്കൽസിനാണ് ഇവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അത് ഏത് കൺട്രി ചെന്നാലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ സൗദിയിൽ പോയാലും അങ്ങനെ തന്നെയാണ്. സെയിം ടൈമാണ് ഇവിടുത്തെ ലോക്കൽസ് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന. സോ അപ്പോൾ അവരെ ഫസ്റ്റ് അവർ പ്രിഫർ ചെയ്യും. സെക്കൻഡ് ആയിരിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇവർ ട്രാൻസ്ഫർ ചെയ്യും. ഇനി ട്രാൻസ്ഫർ പോസിബിൾ അല്ല എങ്കിൽ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടും. നമ്മൾ ബാക്ക് ടു ഇന്ത്യയാണ് കേട്ടോ. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇപ്പോഴൊന്നും വരാറില്ല. പണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. എനിക്കത് ഷുവറല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. നേരിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് ഞാനത് 100% ശരിയാണ് എന്ന് പറയുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി സംബന്ധമായ കാര്യങ്ങൾ. നെക്സ്റ്റ് ഇനി വരുന്നത് നമുക്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഐലൻഡിൽ വരുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്താ ഉള്ളതെന്ന്. എൻ്റർടൈൻമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നുമില്ല. എൻ്റർടൈൻമെൻറ്റ് ആകെ നമുക്കുള്ളത് ഫിഷിംഗ് ആണ്. ഫിഷിങ്ങിന് നമുക്ക് പോകാം, അതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ആൾതാമസമില്ലാത്ത ഐലൻഡുകളുണ്ട്, ഇങ്ങനെ മരങ്ങൾ മാത്രമായിട്ട് നിൽക്കണേ. അപ്പോൾ ആ മരങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്ന ഐലൻഡിൽ നമുക്ക് എന്താ പറയുന്നത്, പിക്നിക്കിനൊക്കെ പോകുന്ന പോലെ അങ്ങനെയൊക്കെ പോകാം നമുക്ക് കേട്ടോ. പിക്നിക്കിന് പോകുമ്പോൾ കൂടുതലും നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു ചെറിയ ബോട്ട്, നമ്മുടെ എന്താ പറയുന്നത്, അതിന് ഇവർ ഡിങ്കി എന്നാണ് പറയുന്നത്. ഡിങ്കിക്കായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മുടെ നാട്ടിലെ വള്ളമല്ല, നമ്മുടെ ഈ ഫിഷിംഗ് ബോട്ടൊക്കെ പോലത്തെ ചെറിയൊരു കുഞ്ഞു സംഭവം അങ്ങനെ. അപ്പോൾ ആ ഡിങ്കിക്കാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു ഡേ ഫുള്ള് നമ്മളവിടെ സ്റ്റേ ചെയ്യും. ഡേ ഫുള്ള് സ്റ്റേ ചെയ്യും മീൻസ് രാവിലെ ഇപ്പോൾ പോകുന്നെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരും. അങ്ങനെ ചുമ്മാ വെള്ളത്തിൽ കളിക്കാനും പരിപാടിയൊക്കെ ആയിട്ട് ഈ എൻ്റർടൈൻമെൻ്റാണ് നമുക്കുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണെന്നാണ് കൂടുതൽ ചോദിച്ചതും എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന മെസ്സേജുകൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിന് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഐലൻഡാണ്. ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഐലൻഡിലേ പറ്റത്തുള്ളൂ. കാര്യം മാലയിലാകുമ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ണെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല. സോ നമുക്ക് ഐലൻഡ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ചിലവാക്കാനുള്ള മാർഗ്ഗം ഇവിടെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇരുന്നോളും. അതാണ് ഐലൻഡാണ് ക്യാഷ് സേവിങ്ങിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് വേറൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പം മാലയിൽ ഭയങ്കര ക്രഷ് ആയതുകൊണ്ടും എന്താ പറയുക തെറ്റിത്തരുന്നതും ഒരുപാട് കടകളും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ പൈസ എന്ന് പറഞ്ഞങ്ങ് പോകും. കയ്യിൽ സാലറി വരുന്നത് മാത്രമേ കാണത്തുള്ളൂ. ഐലൻഡിൽ നമുക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമില്ല, പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമില്ല. ഈ ചുറ്റുപാട് കണ്ട് ഈ ദ്വീപിൽ കൂടെ കിടന്ന് വട്ടം കറങ്ങുക. അതുകൊണ്ട് നമുക്ക് ക്യാഷ് ചിലവാക്കാൻ ഒരുപാടുള്ള ഇതൊന്നുമില്ല. അപ്പുറത്ത് എൻ്റെ ഒരു ചേച്ചി സംസാരിക്കുന്നത്, അതാണ് ഇങ്ങനെ വോയിസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഗവൺമെൻറ് സെക്ടറിലോട്ട് ജോലിക്ക് വരുന്നവരുടെ. സോ അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൽ നിന്നും എന്തെങ്കിലും ഡൗട്ടുള്ളവർ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാൻ റിപ്ലൈ തരാൻ പറ്റുന്നതാണ് തരും. അല്ലാത്ത പക്ഷം ഞാൻ വീഡിയോ ഇടാം. മേ ബി ചിലപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ വരുന്നത്. അതെങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഷോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ലോങ് ആയിരിക്കും. അപ്പോൾ എൻ്റെ 2 വീഡിയോസും കാണുക. അപ്പോൾ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ തന്നെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ടാറ്റ, ബൈ ബൈ.